റാണിയാ പൊന്നു കൂട്ടുകാരെ വിട്ടുപിടിയത്. നമുക്ക് ഗോപിച്ചേട്ടന്റെ മോള് മതി, സ്വത്ത് കൂടല്ല, പുള്ളിയിടുന്ന മതി, ഇത് വിട്ടുപിടിയത്. നാട്ടിലെ പ്രേമം മതി, വിട്ടുപിടിക്കാനുള്ള. ആ പക്ഷെ ഇപ്പോഴത്തെ സീനാവും. കുറെ മെസ്സേജ് അയച്ചിട്ട് ആർക്കാക്കും. ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് ഓൾറെഡി ക്ലിയാ തീർത്തിട്ട് വരാം. കിളിയൊക്കെ തിരിച്ചു വരും. ഹലോ ഹലോ, നീ ഫ്രീ ആണോ? ആ ഇപ്പഴാ ഫ്രീ ആയ. പറഞ്ഞു. ഒന്നുമില്ല, നീ തിരക്കിലാണോ? അല്ലെന്നേ പറഞ്ഞോ. ഒന്നുമില്ലോടാ, ഞാൻ വെറുതെ വിളിച്ചതാ. എന്തോ ഉണ്ടല്ലോ, നീ കാര്യം പറ. ഞാൻ പിന്നെ വിളിക്കാം. എടി റാണി കാര്യം പറയടി. എടാ അമ്മിണി ഇല്ലടാ. അമ്മണിയോ? എടാ വീട്ടിലെ ആട്ടിൻകുട്ടി. ആ ആ അമ്മ രാവിലെ വരുമ്പത്ത് കൊണ്ട് കെട്ടിയേക്കുമായിരുന്നു. പാടത്ത് മുഴുവൻ വെള്ളമായിരുന്നടാ. എന്നിട്ട് അമ്മ ഉച്ചയ്ക്ക് അഴിക്കാൻ ചെന്നപ്പോ ആട്ടുംകുട്ടി ചത്തോ? അല്ല, ആട്ടുംകുട്ടി മരിച്ചോ? വെള്ളത്തിൽ പൊങ്ങി കിടക്കുമായിരുന്നടാ. ആ പോട്ട്. എന്ത് പോട്ടേന്ന്? അല്ല സാരമില്ലെന്ന്. എന്ത് സാരമില്ലോന്ന്? അയ്യോ അതല്ല. ഏതല്ലോന്ന്? ഹലോ, നീ പോയോ? ഹലോ, നമുക്ക് വേറൊരു ആടിനെ മേടിക്കാലോ. എന്നാലും ഈ അമ്മിണിയെ പോലെ ആവോടാ. അമ്മിണിയെ പോലെ ആവോ? ആവത്തില്ല. നീ എന്നെ ചെയ്തോണ്ടിരിക്കുക. എന്താടാ? എന്നെ ചെയ്തോണ്ടിരിക്കുവാന്ന്. ഞാനിപ്പോ അതിനെ വറുത്തോണ്ടിരിക്കുവാ. എന്തുവാടി? വിഷമൊന്നും അല്ലല്ലോ, വെള്ളത്തിൽ വീണ് ചത്തുവല്ലേ, സാരമില്ല. ഇവിടെ നിന്ന് മട്ടനാ, ഞാൻ അത് പറയാനാ വിളിച്ചേ. പക്ഷെ അമ്മണിയെ പറ്റി ഓർത്തപ്പോ ഡാർക്കായി. എന്ത് ഫാമിലിയാ റാണി? എന്താടാ? ഹലോ ഹലോ, ഞാൻ വിളിക്കാം. സൈത്ത് വിളിക്കുന്നത് എന്തോ അത്യാവശ്യം. വേണ്ട മിണ്ടാ, ആ കുന്നത്തൊരുകാവ് പാടുവോ? ചെളി വിളിക്കുന്നുണ്ട്, എന്തോ അത്യാവശ്യ കാര്യത്തിനാ. ഞാൻ വിളിക്കാം. അതിനെന്താ, അവനോട് പറ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന്. എന്നാ ഞാനതിപ്പോ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എടാ വിളിക്കല്ലേ, ഒന്ന് ആ വിളിക്കാം. നമ്മുടെ അമ്മയുടെ അമ്മണി കുന്നത്തൊരു കാവ്. എന്താണ് കൂട്ടുകാരേത്? എടാ ഇതാ പോളക്കാടങ്ങലുള്ള പെണ്ണ റാണി. അവക്ക് പ്രാന്താടാ. എന്നാ പിന്നെ തേക്കാമല്ലേ? തേക്കും, എല്ലാത്തിനെയും തേക്കും. എന്നിട്ട് ഒരാളിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യും. ആര്യ ഗോപിനാഥ്, ഗോപിച്ചേട്ടന്റെ മോൾ. കൈ നല്ല ക്യാഷ്. പറഞ്ഞോ. അണ്ണാ ബാംഗ്ലൂരിൽ നിന്ന് എടുത്താലും ഡൽഹിയിൽ എടുത്താലും ഇതൊക്കെ തിരുപ്പൂര് തന്നെ സ്റ്റിച്ച് ചെയ്യണം എല്ലാം. ഇതിന് ചപ്പാത്തിയാണോ, ചോറില്ലേ? പിന്നെ ചോറ് പകല് മുഴുവൻ കറങ്ങി കിടന്നിട്ട് പാതിരാത്രി അവന്റെ അമ്മയുടെ ചോറ്. ഇന്നെന്താ ചോറില്ല? ഇന്ന് ചപ്പാത്തി മുട്ടക്കറി മാത്രല്ല, എന്നെ കൊണ്ട് മേലെന്നേ. ചപ്പാത്തി കഴിക്കണം. ഗ്യാസ് കയറി എല്ലാത്തിനെയും കാത്തിരുന്ന് ഓ, ഈ അജിക്കുണ്ടല്ലോ, നല്ലൊരു പെണ്ണിനെ നോക്കി അവന്റെ കല്യാണം അങ്ങ് നടത്തിയാലുണ്ടല്ലോ പകുതി ആശ്വാസവും. ഒരു പെങ്കൊച്ച് ഇവിടെ ഒന്ന് കേറിയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ പണിയൊന്നും ചെയ്യാനല്ല, എനിക്ക് വേണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാൻ ഒരാളാവുമല്ലോ. ഒന്നല്ല അമ്മ, ഇവിടെ 2 പെണ്ണുങ്ങളെ കയറ്റും. പെങ്കൊച്ചാ വേണ്ടത്, പെൺപിള്ളേരുടെ തന്തമാരല്ല. എന്താമേ? അല്ലേലും നിങ്ങളുടെ അമ്മക്കുള്ളത് ഞാൻ എന്തേലും ഒന്ന് കഴിക്കാനായിട്ട് വായിലോട്ട് വെച്ച അപ്പൊ നിങ്ങളുടെ അമ്മക്ക് തൂറാമുട്ടി. ഏതേലും ഡോക്ടറെ കൊണ്ടേ കാണിക്കാൻ പറഞ്ഞാൽ അത് കേക്കല. എന്നാ ശാന്തിനെ പോയി കാണ്, അതുമില്ല. എനിക്കാണ് മേല വിശന്നിട്ട് വയറ് കത്തണ്. വാർദ്ധക്യ രോഗമല്ല, മരുന്നയച്ച് മാറ്റാൻ. അതൊരു 2ാം ബാലയാണെന്ന് പറയണേ. അല്ല അണ്ണാ, കൊച്ചുകുട്ടികളെയാണോ ഒക്കെ അച്ചമ്മയും ചെയ്യും. എന്നാ നീ പോയി കോരടാ കുട്ടിയുടെ തീട്ടം. ആ വരണമ്മ. ആ തീട്ടം കൊരാനും വരാനും വയ്യ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കഴിക്ക് വയറ് നിറയട്ടെ. സൈഡൊക്കെ നല്ല തുടച്ചെടുത്തിട്ട് വരണം. വേണം അണ്ണം കഴിക്കുന്നില്ലേ? ഞാൻ വരുന്ന വഴിക്കൊരു ചായ കുടിച്ചായിരുന്നു. ആണല്ലേ? വേണ്ട.
കഴിക്കമ്മേ കഴിച്ചേ. ശിവന് പോലും കുടത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഏത് ശിവൻ? പരമശിവന്. അതുകൊണ്ട് ഇപ്പോഴത്തെ കഷ്ടപ്പാട് പ്രശ്നങ്ങളും ഒക്കെ മാറിക്കോളും, തന്നെ മാറിക്കോളും. ഒക്കെ താൽക്കാലികമാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തിലൂടെ പറഞ്ഞതാ. അപ്പോഴേക്ക് ശാന്തിയുടെ വായന കേട്ടാലേ തൃപ്തിയാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഞങ്ങൾ അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾ വേണ്ടേ പറയാനായിട്ട്. ചേച്ചി പേടിക്കണ്ട ചേച്ചി. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾക്കൂട്ടവും ബഹളവും പുതുപ്പെണ്ണും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കല്യാണം 1 വർഷത്തോളം നടക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കാണുന്നുണ്ട്. കക്കൂസ് പൊളിക്കാലോ അല്ലേ? പൊളിക്കാലോ അല്ലേ? ആ, ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ കുറിച്ചിട്ടുണ്ട്. സർപ്പത്താന്മാർക്കുള്ള 100 പാലും ഉടനെ നടത്തിക്കോളൂ. അവരെ പിണക്കണ്ട. ദക്ഷിണ ഞാൻ വാങ്ങാറില്ല, ചേച്ചിക്ക് അറിയാം. അവിടെ വെച്ചാ മതി. എന്റെ പൊന്നോ, ഞാൻ അങ്ങോട്ട് വേണ്ട രാമ. കേട്ടാ, ഞാൻ അങ്ങോട്ട് വേണ്ട. ഓക്കെ. അതെ, ശിവനൊരു പുറകെ വിളക്കും, അത് കുറിച്ചിട്ടില്ല, മറക്കണ്ട. അപ്പോ കക്കൂസ് പൊളിച്ചോ, റിസൾട്ട് ഉറപ്പാ. ഹലോ അമ്മു, നീ എന്നെങ്ങനെ ടെൻഷനാക്കല്ലേ? നേരത്തെ ഫോൺ കട്ടായതാ. ചൂടാവൂലടി. എടി മുത്ത്, എടി അജീഷ് എന്ന് പറഞ്ഞാൽ ചതിക്കാത്തവനും കൂടി അർത്ഥം. പറ്റിക്കുന്നവരോട് കൂട്ടത്തിൽ നീ എന്നെ കൂട്ടല്ലേ? ബേസിക്കലി ഞാനൊരു പാവാടി. ഞാൻ വിളിക്കാം കേട്ടോ. അതൊരു സമാധാനം. ഹലോ, സോറി അജ്ജിയാ, നേരത്തെ വിളിച്ചായിരുന്നു. നീ എവിടെ ഉണ്ടോ? ഞാൻ റേഷൻ കടയില. റേഷൻ കടയിലാ? എന്തിന്? മണ്ണെണ്ണ വന്നാ? ഞാൻ കുറച്ച് പഞ്ചസാര മേടിക്കാൻ വന്ന. എന്താ കൂട്ടുകാരെ പറ. എടാ, നീ വേഗം പള്ളിക്കാവിലേക്ക് ഒന്ന് വന്നേ. എന്തിന്? വളരെ ഗൗരവമുള്ളൊരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാണ്ട്. ഇപ്പൊ തന്നെ വേണം? ലേറ്റ് ആക്കല്ലേട്ടാ വിജി. ആ ശരി. അതെ, എന്തോ സീനുണ്ട്. വല്ല പ്രേമ കേസുമായിരിക്കും. എന്നെ ഒന്ന് പള്ളിക്കാവിൽ വരെ കൊണ്ടാക്കാം. പറ്റില്ല. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മൂസം നോക്കണേ. പോയിട്ടോ. പെങ്കൊച്ചു ഒറ്റയ്ക്കുള്ളൂ. ശരി. ഇവള് തഴപ്പ് കേട്ടോ. ചാണിയേ, അന്നാമനെ കാണില്ല. ഞാൻ നോക്കിട്ട് വരാം. ചാണി, ഞാൻ നിന്റെ പെണ്ണിനൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങി എന്റെ ബൈക്ക് എടുക്കട്ടെ. എടാ, ഞാൻ നമ്മൾ നോക്കിട്ട് വരട്ടെടാ. ബൈക്ക് എടുക്കട്ടെ. അന്നൊരു കാര്യം ചെയ്യും, നീ കയറി, ഞാൻ പുറകെ കയറാം. അവളെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടണ. ചാണി ഇറങ്ങ്. വിളിച്ചിട്ട് കിട്ടണടാ. ചാണി ഇറങ്ങി. ചാണി, ഞാൻ വേറെ മൂഡിലാണ്. ആ അതെന്നാ ചാണി? എടാ, അന്നാമനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലേ. എടാ, ഞാനും വരണം. നീനോട് ഇറക്കി മതിടാ. എവിടെ ഇറക്കി മതി. ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഞാൻ പോയി വന്നിട്ട് ഇറക്കി മതി എന്നെ. ഞാൻ നിന്നെ എവിടെ ഇറക്കാം. ഞാൻ പോയി വരട്ടെ. ചാണി, നീ പോക്കോളാം. അല്ല പിന്നെ ചാണി